ഹലോ. എന്തുവാ? ബാബു സാറിന് ഞാൻ ബാബു ആന്റണി സാറല്ല, സാറിന്റെ അവരല്ല ബാബു സുജിത്ത്. ആരാ വണ്ടി റോഡിനടക്കം എങ്ങനെയാണെന്ന് കയറി വണ്ടി ഇടിക്കത്തില്ലായിരുന്നോ? ബാബു ആന്റണി സാർ. നിങ്ങളിപ്പോ റോഡിന് നടുക്ക് എന്തിനാ കയറി ഇപ്പൊ വണ്ടി ഇടിക്കത്തില്ലായിരുന്നോ? ചുമ്മാ കള്ളം പറയല്ലേ. ബാബു ആന്റണി സംസാരിക്കാൻ സമയമില്ല. പേരെന്തുവാ? ബാബു ആന്റണി ആണോ? ബാബു ആന്റണി ആണോ അല്ലെന്ന് അവിടെ നിക്കട്ടെ. ഇത് പറ, നിങ്ങളിപ്പോ എന്തിനാ വണ്ടിയുടെ മുമ്പ് ചാടിയേ? എന്നെ അങ്ങോട്ട് കുറെ നേരം കൊണ്ട് വണ്ടി കൈ കാണിക്കോ? കുറെ വണ്ടി കൈ കാണിക്കും, നിർത്തിയില്ല. ഒറ്റ വണ്ടി നിർത്തുന്നില്ല. അതിപ്പോ ഞാൻ കുറച്ച് മുമ്പോട്ട് വന്ന് പരിപാടി എന്താ? മദ്യപിച്ചിട്ടുണ്ടോ? ചെറുതായിട്ട്. എന്താ പരിപാടി? എന്തുവാ പരിപാടി ഉണ്ടായി? സ്റ്റേജ് പരിപാടിയൊക്കെ. എന്താ പരിപാടിയാ? കഴിഞ്ഞിട്ട് എന്താ പരിപാടിയാ? എന്താ പരിപാടിയാ? എന്നെ കയറ്റി അപ്പുറത്ത് വിടാമെങ്കിൽ ഞാൻ പറഞ്ഞു. വണ്ടിയിൽ നിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ മര്യാദയായിട്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ സൈഡിൽ ഇവിടെ കയറിയിരുന്നു. അതിനകത്ത് പ്രശ്നമൊന്നുമില്ലാതെ ഇരിക്കുവോ? അത് എങ്ങോട്ടാ പോണ്ട? എങ്ങോട്ടാ? തൊട്ടപ്പുറത്ത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മര്യാദ ഇല്ല. പിന്നെ മദ്യപിച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ നിർത്തിപ്പോയില്ലയോ? പ്രശ്നം ഒന്നുമില്ലാതെ ഇരിക്കണം കേട്ടോ. അടുത്ത സ്റ്റോപ്പിൽ ഇറക്കി വിടും കഴിച്ചിട്ട്. പിന്നെ ബെൽറ്റ് ഇടാതെ വണ്ടിയിൽ ഇരിക്കാൻ പറ്റുമോ? ഗണേഷ് കുമാർ സാറാണ് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കിക്കൊണ്ടങ്ങ് പോകും. അല്ലെങ്കിൽ പെറ്റി അടയ്ക്കാൻ പറ്റുമോ? മര്യാദയ്ക്ക് ബെൽറ്റ് ഒക്കെ ഇട്. ബെൽറ്റ് ഒക്കെ മര്യാദയായിട്ട് അവിടെ ഇരിക്കുക. അങ്ങനെ ഇരിക്കാന്നുണ്ടെങ്കിൽ ആ ജംഗ്ഷനെ ഇറക്കിയതാ, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൊണ്ടുപോകും. ഒറ്റ വണ്ടി നിർത്തുന്നില്ല, ഇഷ്ടംപോലെ വണ്ടി. വണ്ടി നിർത്താതെ നിർത്താൻ കാണിച്ച മനസ്സുണ്ട്. ആ മനസ്സ് കാണിക്കാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? എന്തുവാ? നല്ല മനസ്സാണ്. നല്ല മനസ്സാണ്, അതുകൊണ്ടാണ് മനസ്സ് കാണിക്കാനുള്ള കാര്യം. പിന്നെ ശിവപ്രസാദ് എന്നല്ലേ പേര്? അതായത് ശിവപ്രസാദിനെ എനിക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോഴേ എന്നെ മനസ്സിലായി കാണത്തില്ല. എനിക്ക് ശിവപ്രസാദിനെ മനസ്സിലായി. അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ വണ്ടി നിർത്താനുള്ള കാര്യം. ശിവപ്രസാദിനെ മനസ്സിലായോ? മനസ്സിലായി. ആരാ? ഇപ്പൊ മനസ്സിലായി. ആരാ പറ? ബാബു സുജിത്തെ. ക്യാരക്ടറിലോട്ട് വാ. കാരണം കേരളം അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് ശിവപ്രസാദ്. കാരണം നിരവധി റിയാലിറ്റി ഷോയുടെ കോമഡി ഉത്സവം, കോമഡി മാസ്റ്റേഴ്സ്, റിയാലിറ്റി ഷോകൾ നിരവധി. അതുപോലെ തന്നെ ഒരു സകലകലാ വല്ലഭൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് നിരവധി വേദികളിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്കും വലിയൊരു സന്തോഷമാണ്. അല്ലേ? ഓക്കെ. പറയാനുള്ള ഒരുപാട് പേര് ഫിഗർ ചെയ്യുന്നവരുണ്ട്, ഡ്യൂപ്പ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇതിപ്പം ഒന്നും ചെയ്യണ്ട, ആ കണ്ണാടി എടുത്ത് വെച്ചാൽ മതി. നോക്കി നമുക്ക് വരച്ചു തുടങ്ങാല്ലേ? തീർച്ചയായിട്ടും. ഇത് എനിക്ക് ജീവിതത്തിൽ കിട്ടിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഇതിലെ ആരെ വരച്ചാലും, സുജിത്തിനെ വരച്ചു കഴിഞ്ഞാൽ ബാബു ആന്റണി സാറാവും, ബാബു ആന്റണി സാറ് വരച്ചു കഴിഞ്ഞാൽ അവസാനം സുജിത്തായി പോകും. അത്രയ്ക്ക് സാമ്യമുള്ള കണ്ടോ, കണ്ണും മൂക്കും. വരച്ചു തുടങ്ങാം. ഒന്ന് രണ്ടിലേതെങ്കിലും ഒന്ന് വരച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞ കറക്റ്റല്ലേ? ഈ ഗെറ്റപ്പില് സുജിത്തിനെ ഞാൻ വരച്ചിട്ടുണ്ട്. പണ്ട് ഞാൻ വരച്ചിട്ടുണ്ട് അല്ലേ? ഏതോ ഒരു വേദിയിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇപ്പോഴ് നമ്മളൊക്കെ പറയുമായിരുന്നു ബാബു ആന്റണി സാറിന്റെ ഛായ ഉണ്ട്. ശിവപ്രസാദ് അളിയനെ കണ്ടപ്പോൾ ശിവപ്രസാദ് അളിയൻ ഒരു പടം വരയ്ക്കുന്ന ഒരു കലാകാരനും കൂടി ആയതുകൊണ്ട് ശിവപ്രസാദ് അളിയന്റെ ആ ഒരു വാക്ക്, നീ ബാബു ആന്റണി സാറ് തന്നെടാ എന്ന് പറഞ്ഞ ആ ഒരു വേദി ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഒരുപാട് സന്തോഷം നിറഞ്ഞതാണ്. ഒരുപാട് പേരുടെ സപ്പോർട്ട്, ബാബുനി സാറും അദ്ദേഹത്തിന്റെ മകനും ആ വീഡിയോ ഇട്ട് ഇപ്പൊ ഒരുപാട് ഷോകൾ ചെയ്യാൻ പറ്റി. അതെ, എനിക്ക് പറയാനുള്ള അളയ പാട്ടൂടെ പാടില്ലേ? സകലകലാ വല്ലഭനാണല്ലോ. ഞാനൊരു പാട്ട് പാടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതുമായിട്ട് ബാബു ആന്റണി സാറിന്റെ സിനിമയിലെ പാട്ട് പാടാൻ ഞാൻ കുറെ പാട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. സത്യം പറയരുത്, കുറച്ച് പാട്ടുകൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ പാട്ടുകളല്ലാതെ പുതിയൊരു പാട്ട് പാടുമ്പം നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. രണ്ടും കൂടെ ആണല്ലേ, ഞാനന്മേൽ കളിയാണ്, സർക്കസ് പോലെ. ഒരു പാട്ടുപാടി പടം വരയ്ക്കുക എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ചെയ്യുകയല്ലേ. അതാണ്. അപ്പൊ അത് ബാബു ആന്റണി സാറിന്റെ പാട്ട് മതി. കുഞ്ഞു വാ വയ്ക്കുന്നല്ലേ? കുഞ്ഞു വാ വയ്ക്കുന്നല്ലോ. കുഞ്ഞു വാ വയ്ക്കുന്നല്ലോ
ആ. നല്ല നാള് പിറന്നാള് ആ. വിളിച്ചതാരാ ഓക്കെ. നമ്മുടെ ശിവപ്രസാദ് അദ്ദേഹം പാടുന്ന ഒരു പാട്ടല്ല, എനിക്ക് ഭാവനി സാറിനുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു പാട്ടങ്ങ് പാടിക്കും. ഏത് പാട്ടാ? ഇപ്പം നമ്മൾ വേദികളിലൊക്കെ ആണെങ്കിൽ കരോക്കെ മ്യൂസിക്കിൻ്റെയും സിസ്റ്റത്തിൻ്റെയും ഒരു സപ്പോർട്ട് ഉണ്ടാകും. നമ്മളിപ്പം വണ്ടികളൊക്കെ പോകുന്ന റോഡ് സൈഡിൽ നിന്ന് പാടാം. കരോക്കെ മ്യൂസിക് ഇല്ല, പരിമിതികൾ നിങ്ങൾ മനസ്സിലാക്കും എന്ന് കരുതുന്നു. എന്നാലും പാട്ട് പാടിക്കൊണ്ട് ചിത്രം വരയ്ക്കുന്ന ആ ഒരു വെറൈറ്റി പെർഫോമൻസ് ഒത്തിരി വേദികളിലും പിന്നെ മലയാള ചാനലുകളിലൊക്കെ ചെയ്തിട്ടുള്ള അറിയാലോ. ഇപ്പം സുജിത്തിനെ ഇപ്പം ബാബു സുജിത്ത് എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ശിവപ്രസാദ് നമ്മുടെ ഒത്തിരി കലാകാരന്മാരുടെയൊക്കെ ഇടയിൽ കൂടുതലും ശിവപ്രസാദ് എന്ന് പറയുമ്പോൾ പാട്ട് പാടി പടം വരയ്ക്കുന്ന കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റുമായിരിക്കും അല്ലേ? അതാണ് അയാളുടെ ഒരു ഐഡന്റിറ്റിയാണ്. അതെ, ചിലര് ധനുഷ് എന്ന് പറയാറുണ്ട്. ധനുഷ് എന്ന് പറയും. പ്രസാദ് അങ്ങനെ ഒരു സകലകലാവല്ലവനാണ്. ഫോണിലൊക്കെ സേവ് ചെയ്യുന്നവരങ്ങനെ. പുല്ലാങ്കുഴല് ധനുഷ് അല്ലേ? ഞാനും ധനുഷിനെ ഒരുപാട് സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. പുല്ലാങ്കുഴി ബാബുവാനി സാറിന്റെ മ്യൂസിക് വായിക്കാൻ പറ്റുള്ളൂ. പറഞ്ഞാൽ മതി, ഞാൻ ഇത് കഴിയുമ്പോഴത്തേക്ക് പുല്ലാങ്കുഴി ഏകദേശമൊക്കെ വരച്ച് തീരാറായോളയാ ശിവപ്രസാദ്? ഏകദേശമൊക്കെ വരച്ച് തീരാറായോ? ഓൾമോസ്റ്റ്. നമ്മള് ഷോകളില് ഒരു പാട്ടിന്റെ ആ ഒരു അത്രയും സമയം ഏകദേശം 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റിനുള്ളിൽ മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ പടം പാട്ട് പാടിക്കൊണ്ട് ശിവപ്രസാദ് വരച്ച് ഒരുപാട് വേദികളിൽ നമ്മളെ വിസ്മയം തരത്തിലുള്ള കലാകാരനാണ്. ഒരുപാട് കയ്യടികൾ വരും. അങ്ങനെ ആ ഒരു കലാകാരനാണ് ഇപ്പം നമ്മുടെ പടം വരച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സന്തോഷം എനിക്ക്. നല്ല മനോഹരമായ ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വേദികളിൽ തരംഗമായി മാറട്ടെ ഒക്കെ.